ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും അവിടുത്തെ അനന്തമായ കാരുണ്യവും നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ചില സഹനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിന് പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഉൽപ്പത്തി പുസ്തകം 38 അധ്യായത്തിൽ യാക്കോബിൻ്റെ മക്കളെയും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ വാർദ്ധക്യത്തിൽ ജനിച്ച പുത്രനായിരുന്നു ജോസഫ്. അതുകൊണ്ട് യാക്കോബിന് ജോസഫിനോട് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ടായിരുന്നു. 17 വയസ്സായപ്പോൾ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് കൂടെ ആട് മേയ്ക്കുകയായിരുന്നു. ജോസഫിന് ഒരു ദർശനമുണ്ടായി. അവൻ കെട്ടിയ കറ്റ ഉയർന്നു നിൽക്കുന്നു. സഹോദരന്മാർ കെട്ടിയ കറ്റകളെല്ലാം ജോസഫിൻ്റെ കറ്റയ്ക്ക് ചുറ്റും നിന്ന് തല കുമ്പിട്ട് നിൽക്കുന്നു. ഈ സ്വപ്നം ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളെല്ലാവരും നിന്നെ ബഹുമാനിക്കണമെന്നാണ്. ജോസഫ് അതിന് മറുപടി പറഞ്ഞില്ല. വീണ്ടും ജോസഫിനൊരു ദർശനമുണ്ടായി. അത് ഇപ്രകാരമായിരുന്നു: ചന്ദ്രനും സൂര്യനും 11 നക്ഷത്രങ്ങളും ജോസഫിനെ കുമ്പിട്ട് നിൽക്കുന്നു. ഇത് പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് പിതാവിനെ ദേഷ്യപ്പെട്ടു. കാരണം നിന്റെ പിതാവും മാതാവും സഹോദരങ്ങളെല്ലാം നിന്നെ കുമ്പിട്ട് നിന്നെ ബഹുമാനിക്കണമെന്നാണോ നീ പറയുന്നത്? കാലം മുന്നോട്ട് കടന്നുപോയി. സഹോദരന്മാർ ആടുമേയ്ക്കുവാൻ വേണ്ടി പോയി. പിതാവ് വീണ്ടും ജോസഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ തൻ്റെ സഹോദരന്മാരുടെ വിശേഷം അന്വേഷിച്ചിട്ട് വരിക. ജോസഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ചു പോകുന്നു. സഹോദരന്മാരുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ സഹോദരന്മാർ ജോസഫിനെ കണ്ടു. സഹോദരന്മാർ പറഞ്ഞു, ഇതാ ഒരു സ്വപ്നക്കാരൻ വരുന്നു. അവർക്ക് ജോസഫിനോട് അസൂയയുണ്ടായിരുന്നു. അവനെ നമ്മൾക്ക് കൊന്ന് കുഴിയിലെറിയാം. ചില സഹോദരൻ പറഞ്ഞു, അത് വേണ്ട, അവനെ യാതൊരു ദേഹോദരം ഏൽപ്പിക്കാതെ അവനെ നമുക്ക് പൊട്ടക്കിണറ്റിൽ ഇടാം. അവനിത് പറഞ്ഞത് സഹോദരന്മാർ മാറിയതിന് ശേഷം തൻ്റെ സഹോദരനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. യൂദായും മറ്റുള്ളവരും ചേർന്ന് ഇപ്രകാരം പറഞ്ഞു, പിന്നെ കൊന്ന് കുഴിയിലെറിഞ്ഞിട്ട് എന്ത് കാര്യം, നമുക്കവനെ വിൽക്കാം. അങ്ങനെ ഇസ്മേലിയര് അതിലെ നടന്നു പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ 20 വെള്ളിക്കാശിന് ജോസഫിനെ അവർ വിറ്റു. ഇസ്മേലിയർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ റൂബൻ ഇവനെ രക്ഷിക്കാൻ വേണ്ടി കുഴിയിൽ വന്ന് നോക്കിയപ്പോൾ ഇവനെ കണ്ടില്ല. അവൻ വളരെയേറെ വേദനിച്ചു. ജോസഫ് ഈജിപ്തിലെത്തി. ഈജിപ്തിലെ പൊത്തിഫറിൻ്റെ കാര്യസ്ഥനായി മാറി. പൊത്തിഫർ ഫർവയുടെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അവൻ കാവൽക്കാരുടെ നേതാവുമായിരുന്നു. പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് ഒരു ഇഷ്ടം തോന്നി. ജോസഫിന് കീഴ്വഴങ്ങിയില്ല. കാരണം ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ജോസഫ് അവിടുന്ന് ഇറങ്ങി ഓടുന്നു. ഭാര്യ അവനെതിരെ കള്ളം പറഞ്ഞപ്പോൾ അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ആ കാരാഗ്രഹത്തിൽ ഫർവയുടെ 2 പരിചാരകർ, 2 ഉദ്യോഗസ്ഥർ, അതായത് പാനപാത്രവാഹകനും അതുപോലെ തന്നെ പാചകക്കാരനും ആ തടവറയിലെത്തി.
അവർക്കുണ്ടായ സ്വപ്നവും ജോസഫ് വ്യാഖ്യാനിക്കുന്നു. ഇത് പാനപാത്രവാഹൻ രാജാവിനോട് പറയുന്നു, ഫറവയോട് പറയുന്നു. ഫറവയ്ക്കുണ്ടായ സ്വപ്നവും ജോസഫ് വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ ജോസഫിന് ഫറവയുടെ രാജാവിൻ്റെ സിംഹാസനത്തിനുള്ള അധികാരം നീക്കി മറ്റുള്ള എല്ലാ അധികാരവും ജോസഫിന് ഫറവ കൊടുത്തു. നാട്ടിൽ ക്ഷാമമുണ്ടായി. ജോസഫിന് ഭവനം വരുന്ന കനാൻ ദേശത്തും ക്ഷാമമുണ്ടായി. സഹോദരന്മാർ ഈജിപ്തിലേക്ക് വരികയാണ് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുവാൻ. ജോസഫ് അവരെ കണ്ടു. ജോസഫ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരനായ ജോസഫാണ് ഞാൻ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിൽക്കുവാൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. പ്രൈസ് ലോർഡ്. താൻ ഇത്രയേറെ പീഡനങ്ങൾ സ്വന്തം സഹോദരന്മാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന് അവിടെയൊന്നും ജോസഫ് തിരിച്ച് ഒരു മറുപടി പോലും പറയുന്നില്ല, വിദ്വേഷത്തിന് വാക്കുപോലും പറയുന്നില്ല. അതിന് പിന്നിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയായി ജോസഫ് കാണുകയാണ്. തൻ്റെ ജീവൻ നിലനിൽക്കുവാൻ വേണ്ടി, തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം എന്നെ നേരത്തെ ഇങ്ങോട്ട് അയച്ചത് എന്ന് ജോസഫ് കണ്ടെത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായെന്ന് തിരിച്ചറിയുകയും നമ്മൾ തിരിഞ്ഞു നോക്കാനും തയ്യാറാകണം. സ്നേഹമുള്ളവരെ, സഹോദരന്മാരാൽ മുറിവേറ്റ് കിടക്കുന്ന അനേക വ്യക്തികളുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ച് വരുന്നതെല്ലാം വിപരീതമായ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അധികാരികളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന് എല്ലാം നിങ്ങൾക്ക് വിദ്വേഷത്തിൻ്റെ അല്ലെങ്കിൽ നിന്നോടുള്ള അസൂയ ഇവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ നിന്നെ മുന്നോട്ട് നയിക്കൊരു ദൈവമുണ്ടെന്നും ദൈവമാണ് സകലത്തിൻ്റെയും, നിന്റെ സഹനത്തിൻ്റെ പിന്നിൽ ദൈവത്തിന് കരമുണ്ടെന്നും ആ സഹനത്തിലൂടെ നിന്നെ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് എന്ന് നീ തിരിച്ചറിയണം. പ്രൈസ് ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ വേദനകൾ ഈശോയുടെ പക്കലേക്ക് ഒന്ന് ഉയർത്താം. എന്നെ അറിയുന്ന ദൈവമുണ്ട്. എന്നെ അറിയുന്ന, എന്നെ പരിപാലിക്കുന്ന, ഈ സമയം വരെ വഴി നടത്തിയ എൻ്റെ ദൈവമേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ വേദനകൾ ഉയർത്തുന്നു. ഞങ്ങളുടെ വേദനയുടെ പിന്നിൽ ഞങ്ങൾക്ക് നീ വച്ചിരിക്കുന്ന വലിയ സൗഭാഗ്യമുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. കർത്താവേ, ആ സൗഭാഗ്യത്തിൽ ഞങ്ങളെ കരം പിടിച്ച് ഉയർത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ ആത്മാവിൻ്റെ അഭിഷേകം സമർത്ഥമായി വന്ന് നിറയപ്പെടട്ടെ. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, എല്ലാവർക്കും കൂടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. നീ പ്രത്യേകമായി ചെവിക്ക് വേദനയുള്ളവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെവിക്കകത്ത് മൂളല്, ചെവിക്ക് വേദന, തലയ്ക്ക് ഭാരം, ചെവിയിൽ നിന്ന് പഴുപ്പൊഴുകുക, ചെവിയുടെ കേൾവിക്കുറവ്, ഇവയെല്ലാം കർത്താവ് നീ കാണുന്നുണ്ടല്ലോ. ദൈവമേ, മക്കളെ നീ ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന അടാനന്ദമായ സ്നേഹത്തെയും അടാനന്ദമായ കാരുണ്യത്തെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, നീ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.